ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിൽ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മലയാളി ബാലനെ തൃശ്ശൂർ സ്വദേശി സാബു ആനാപ്പുഴ. സാബുവും കുടുംബവും ഈദാഘോഷത്തിൻ്റെ ഭാഗമായി വാദി സമൂത്ത് വെള്ളച്ചാട്ടം കാണാനെത്തിയപ്പോഴാണ് ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സാബു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ സാബുവും വെള്ളത്തിലേക്ക് താഴ്ന്നു പോയെങ്കിലും സമചിത്തത കൈവിടാതെ പാറയിൽ കാൽമുട്ടുകൾ കുത്തി കുട്ടിയെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് വന്ന സാബുവിനെയും കുട്ടിയെയും മറ്റ് വിനോദസഞ്ചാരികൾ ചേർന്ന് വലിച്ചു കയറ്റുകയായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ആനാപ്പുഴ സ്വദേശിയായ സാബു മവേല സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. നിക്ഷേപത്തിലെ കുറഞ്ഞ മൂലധനം ഒഴിവാക്കിയ ആദ്യ രാജ്യം ഒമാൻ. നിക്ഷേപത്തിലെ ഏറ്റവും കുറഞ്ഞ മൂലധനം ഒഴിവാക്കി ആദ്യ രാജ്യം ഒമാൻ എന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രി ഗൈസ് മുഹമ്മദ് അൽ യൂസഫ് പറഞ്ഞു. ഒമാനിൽ വിദേശ നിക്ഷേപകരുടെ വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഒമാനി നിക്ഷേപകർക്ക് തുല്യമായി വിദേശ നിക്ഷേപകരെയും കാണുമെന്നും മന്ത്രാലയം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് നേരത്തെ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾ നിശ്ചയിക്കുന്ന നിയന്ത്രണങ്ങൾക്കനുസൃതമായിരിക്കും ഫീസ് കുറയ്ക്കുക. നിക്ഷേപകരെ തുറന്ന കൈകളോടെയാണ് ഒമാൻ സ്വാഗതം ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് തങ്ങൾ ഉറപ്പുവരുത്തുന്നു. രഹസ്യ വ്യാപാരങ്ങൾ ഇല്ലാതാക്കുന്നതിന് സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഒമാനി പൗരന്റെ പേരിൽ പ്രവാസികൾ വാണിജ്യ പ്രസ്ഥാനങ്ങൾ നടത്തുകയും അവർ ഇവിടെ നിന്ന് പോയാൽ ഇതിൻ്റെ എല്ലാ ഭാരവും ഒമാനിയുടെ പേരിലാകുന്നതും രഹസ്യ വ്യാപാരത്തെ തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ കാരണമാണെന്നും മന്ത്രി ഗൈസ് മുഹമ്മദ് അൽ യൂസഫ് പറഞ്ഞു. മവേല റൂബി മുവാസലാത്തിൽ യാത്ര ചെയ്തത് 14,800 പേർ. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ മുവാസലാത്ത് ബസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തിയത് 85,000-ൽ പരം യാത്രക്കാർ. 4,000-ലധികം യാത്രക്കാർ ഫെറി സർവീസുകൾ ഉപയോഗപ്പെടുത്തി. പെരുന്നാളിൻ്റെ രണ്ടാം ദിവസത്തിൽ ബസ്സിൽ യാത്ര ചെയ്തത് 23,000-ലധികം പേരാണ്. മവേല റൂബി റൂട്ടിൽ മാത്രം 14,800 പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത്. ഫെറി യാത്രക്കാരിൽ കൂടുതൽ പേർ ഷന്നാഗ് മസീറ റൂട്ടിലായിരുന്നു. 3,500 യാത്രക്കാർ. അതേസമയം 2023-ൽ മുവാസലാത്ത് ബസ്സിൽ യാത്ര ചെയ്തത് 42,71,732 പേരാണ്. 2022-ൽ യാത്രക്കാരുടെ എണ്ണം 3 ദശലക്ഷത്തിന് മുകളിലായിരുന്നു. പ്രതിദിനം ശരാശരി 11,700 യാത്രക്കാർ ബസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ 2023-ൽ 2,36,986 പേരാണ് ഫെറി സർവീസുകൾ ഉപയോഗപ്പെടുത്തിയത്. 2022-ൽ ഇത് 2,21,000 ആയിരുന്നു. പ്രതിദിനം 650ഓളം പേർ ഫെറിയിൽ യാത്ര ചെയ്യുന്നതായും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. അതേസമയം ഒമാനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വദേശികളും വലിയ തോതിൽ മുവാസലാത്ത് സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ UAE-യിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. UAE നഗരങ്ങളായ അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ മുവാസലാത്ത് ബസ് സർവീസുകളുള്ളത്. എന്നാൽ ഫെറി സർവീസുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് സ്വദേശികളാണ്. 80.9% ഫെറി യാത്രികരിൽ. 21.8% സ്ത്രീകളാണ്. ഫെറി സർവീസുകളിൽ 29,200 വാഹനങ്ങൾ കടത്തി. തൊഴിൽ തേടുന്നവർക്കായി 15,000 മണിക്കൂറിലധികം മണിക്കൂർ പരിശീലന വർക്ക്ഷോപ്പുകളാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ മുവാസലാത്തിൻ്റെ തൊഴിലിടങ്ങളിൽ നടന്നത്. ദേശീയ ഗതാഗത കമ്പനിയിൽ 93% സ്വദേശിവൽക്കരണം. ഒമാനിൽ 3,000-ൽ പരം വിദേശികൾക്ക് ഇതുവരെ ദീർഘകാല റെസിഡൻസി കാർഡുകൾ അനുവദിച്ചതായി വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. 60 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശി നിക്ഷേപകർ, വ്യത്യസ്ത മേഖലകളിൽ വൈവിധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ അനുവദിച്ചിരിക്കുന്നത്. ഡോക്ടർമാരുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരും ദീർഘകാല വിസ സ്വന്തമാക്കിയവരിൽ ഉൾപ്പെടുന്നു. നിരവധി മലയാളികളും ഇതിനകം ദീർഘകാല റെസിഡൻസി കാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ദീർഘകാല താമസാനുമതി ലഭിക്കാൻ 2021 ഒക്ടോബർ മുതൽ മന്ത്രാലയം പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ദീർഘകാല വിസ ആരംഭിക്കുന്നത് 5-10 വർഷങ്ങളിലേക്കുള്ള വിസകളാണ് ഒമാൻ അനുവദിക്കുന്നത്. രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായമാകുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, തദ്ദേശ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുക, നിക്ഷേപത്തിൽ ഗുണപരത ഉറപ്പുവരുത്തുക തുടങ്ങിയവയിലൂടെ നിർണായക നീക്കങ്ങൾ നടത്തുന്ന പ്രമുഖ നിക്ഷേപകരെയാണ് ആദ്യഘട്ടത്തിൽ ദീർഘകാല വിസയ്ക്ക് പരിഗണിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ മേഖലകളിൽ
പ്രാഗൽഭ്യമുള്ളവരെയും പരിഗണിക്കുകയായിരുന്നു. സംരംഭകർ, സർഗാത്മക വ്യക്തിത്വങ്ങൾ, നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നവർ, പ്രോഗ്രാമർമാർ തുടങ്ങിയ പ്രതിഭകൾക്കും ദീർഘകാല വിസ പദ്ധതിക്ക് അപേക്ഷിക്കാനാകും. ദീർഘകാല വിസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂലധനത്തിലായിരുന്നു. ആദ്യഘട്ടം നടപ്പാക്കിയപ്പോൾ ഇക്കാര്യത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ പ്രതിഭാധനരായ ആളുകളെ ലക്ഷ്യമിടുകയായിരുന്നു. ഒമാനിൽ മോട്ടോർ ബൈക്ക് പരിശീലനത്തിന് ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നു. മോട്ടോർ ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് പരിശീലനത്തിന് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ ഒമാൻ ഗതാഗത നിയമത്തിൽ മാറ്റം വരുത്തിയാണ് മോട്ടോർ ബൈക്ക് റൈഡിംഗ് സ്കൂളുകൾ ലൈസൻസ് അനുവദിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും പോലീസ് ആൻഡ് കസ്റ്റംസ് വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ ലൈഫ് ജനറൽ ഹസൻ ബിൻ മൂസീൻ അൽ ഷറയ്ക്ക് പറഞ്ഞു. മോട്ടോർ ബൈക്ക് റൈഡിംഗ് സ്കൂളുകൾക്ക് അപേക്ഷിക്കാൻ സ്വദേശികളായിരിക്കണം. നല്ല സ്വഭാവ ഗുണമുള്ളവരും മുമ്പ് ശിക്ഷാവിധികളിൽ ഉൾപ്പെടാത്തവരും ആയിരിക്കണം. ഡ്രൈവിംഗ് സ്കൂൾ ഏരിയ 2500 ചതുരശ്ര മീറ്റർ താഴെ ആയിരിക്കണം. സ്കൂളിൻ്റെ രൂപം ബന്ധപ്പെട്ട വകുപ്പുകൾ അംഗീകരിച്ച രൂപത്തിലാകണം. ഡ്രൈവിംഗ് നിയന്ത്രണങ്ങൾ പരിശീലിപ്പിക്കുന്നതിനുള്ള ഹാൾ മോട്ടോർ ബൈക്ക് റൈഡിംഗ് സ്കൂളുകളിലായിരിക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. സുൽത്താൻ്റെ UAE സന്ദർശനം ഇന്ന്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെ UAE സന്ദർശനം ഇന്ന്. UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ചർച്ച ചെയ്യും. ഭാവി വികസനങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നുവരും. നിരവധി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരുപക്ഷത്തിൻ്റെയും ചർച്ചയിൽ ഉയർന്നുവരും. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി, വിവിധ മന്ത്രിമാർ ഉൾപ്പെടെ സുൽത്താനെ അനുഗമിക്കും. ഒമാനിൽ പ്രവാസിയിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. തെക്കൻ ബാത്തിനയിൽ മയക്കുമരുന്ന് കടത്തിയ സംഭവത്തിൽ പ്രവാസി അറസ്റ്റിൽ. ബാത്തിന പോലീസ് കമാൻഡ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ 130 പാക്കറ്റിലധികം ഹാഷിഷ് കണ്ടെത്തി. പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണ്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഒമാനെ എറിഞ്ഞു വീഴ്ത്തി കിരീടം ചൂടി UAE. ഒമാൻ ആതിഥേയത്വം വഹിച്ച ACC 2020 പ്രീമിയർ കപ്പ് ടൂർണമെൻറ്റ് കിരീടം ചൂടി UAE. അമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 55 റൺസിനായിരുന്നു അയൽക്കാരുടെ വിജയം. കളിയിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പുറത്തെടുത്ത മികവാണ് UAEക്ക് മികച്ച വിജയം സമ്മാനിച്ചത്. സെഞ്ചുറി നേട്ടത്തോടെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ മുഹമ്മദ് വാസിമാണ് കളിയിലെ താരം. ടോസ് നേടിയ ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത UAE നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഒമാന് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി. ആദ്യ ഓവറുകളിൽ തന്നെ ഓപ്പണർമാർ പുറത്തായി. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.